തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ദേശീയ രാഷ്ട്രീയം നിരവധി കൂടുമാറ്റങ്ങൾക്കാണ് സാക്ഷിയാകുന്നത്. സാമൂഹിക സാംസ്കാരിക രംഗത്ത് നിന്നുള്ളവരുടെ രാഷ്ട്രീയ പ്രവേശനത്തിനും പഞ്ഞമില്ല. ഈ നിരയിലെ ഏറ്റവും ഒടുവിലത്തെ പേരാണ് രൂപാലി ഗാംഗുലി. ഹിന്ദി ടെലിവിഷൻ സീരിയലുകളിലെ സജീവ സാന്നിധ്യമായ രൂപാലി അനുപമ, സാരാഭായ് വേഴ്സ് സാരാഭായ് തുടങ്ങിയ സീരിയലുകളിലെ കഥാപാത്രങ്ങളിലൂടെയാണ് ശ്രദ്ധേയയാകുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 3ാം ഘട്ടത്തിന് മുന്നോടിയായാണ് രൂപാലിയുടെ രാഷ്ട്രീയ പ്രവേശനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രവർത്തനത്തിൽ ആകൃഷ്ടയായാണ് താരവും BJPയിലേക്ക് എത്തുന്നതെന്നാണ് പറയുന്നത്. കൊൽക്കത്തയിലെ BJP ആസ്ഥാനത്ത് നടന്ന പരിപാടിയിലാണ് രൂപാലി പാർട്ടി ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ അംഗത്വം സ്വീകരിച്ചത്. മോദിയെ പുകഴ്ത്തിക്കൊണ്ടാണ് താരത്തിന്റെ രംഗപ്രവേശനം. വികസനത്തിന്റെ ഈ മഹായജ്ഞം കാണുമ്പോൾ എനിക്കും ഇതിൽ പങ്കാളിയാകണം എന്ന് തോന്നി. എനിക്ക് നിങ്ങളുടെ അനുഗ്രഹവും പിന്തുണയും വേണം. അങ്ങനെ ഞാൻ ചെയ്യുന്നതെല്ലാം ശരിയും നന്മയുമാകുമെന്ന് എനിക്കുറപ്പാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ പാത പിന്തുടരാനും എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം പൗരന്മാരെ സേവിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നുവെന്നും അവർ കൂട്ടിച്ചേർത്തു. രൂപാലി ഗാംഗുലിയുടെ BJP പ്രവേശനം ആയുധമാക്കി പ്രതിപക്ഷ പാർട്ടികൾക്ക് നേരെ കടന്നാക്രമിക്കുകയാണ് BJP നേതാക്കൾ. താരത്തെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്ത ദേശീയ ജനറൽ സെക്രട്ടറി വിനോദ് താവഡെ സമാജ്വാദി പാർട്ടി നേതാവ് മരിയ അലാമിന്റെ വോട്ട് ജിഹാദ് പ്രസ്താവനയെ രൂക്ഷമായി വിമർശിച്ചു. ഫാറൂഖാബാദ് ലോക്സഭാ സീറ്റിൽ നിന്നുള്ള ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കുന്നതിനിടയിൽ MS ആലം വോട്ട് ജിഹാദിന് ആഹ്വാനം ചെയ്തു. ന്യൂനപക്ഷ സമുദായത്തിന് BJPയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കേണ്ടത് നിലവിലെ സാഹചര്യത്തിൽ ആവശ്യമാണെന്നും പറഞ്ഞിരുന്നു. നുണകൾ പ്രചരിപ്പിക്കുന്ന പ്രതിപക്ഷം ഇപ്പോൾ വോട്ട് ജിഹാദ് ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുകയാണ്. ഒരു വശത്ത് അവർ മുസ്ലിങ്ങൾക്ക് OBC സംവരണം നൽകുന്നു, മറുവശത്ത് അവർ തെരഞ്ഞെടുപ്പ് സമയത്ത് വോട്ട് ജിഹാദിനെ കുറിച്ച് സംസാരിക്കുന്നുവെന്നാണ് വിനോദ് താവഡെ കുറ്റപ്പെടുത്തിയത്. അതേസമയം PCC അധ്യക്ഷൻ അരവിന്ദ് സിംഗ് ലൗലി രാജിവെച്ചതിന് പിന്നാലെ ഡൽഹിയിൽ കോൺഗ്രസിന് വീണ്ടും കനത്ത തിരിച്ചടി നൽകിക്കൊണ്ടുള്ള മുതിർന്ന നേതാക്കളുടെ രാജി ഏവരെയും ഞെട്ടിച്ചിരിക്കുകയാണ്. മുൻ MLAമാർ കൂടിയായ നീരജ് ബസോയയും നസീബ് സിംഗുമാണ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വം രാജിവെച്ചത്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെക്ക് കത്ത് അയച്ചുകൊണ്ടാണ് രണ്ട് നേതാക്കളും തങ്ങളുടെ രാജി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഡൽഹിയിൽ ഉൾപ്പെടെ രൂപീകരിച്ച കോൺഗ്രസ് AAP സഖ്യത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് തങ്ങൾ രാജിവെച്ചതെന്നാണ് നേതാക്കൾ AICC അധ്യക്ഷന് അയച്ച കത്തിൽ പറയുന്നത്. ഇത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയായിരിക്കുകയാണ്.